നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അശ്വതി, ഭരണി, കാർത്തിക കാൽ മേടക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രക്കാരുടെ 2025 ഏപ്രിൽ മാസം 14 തീയതി മുതൽ മെയ് 14 വരെയുള്ള മേടമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് മേടം 1 തീയതി മുതൽ മേടം 31 വരെയുള്ള ഈ നക്ഷത്രക്കാരുടെ ഗുണദോഷ സമ്മിശ്രമായ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ മാസം ഇവർക്ക് വളരെ ശുഭകരമായ മാസമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മാസത്തിൽ ഇവർക്ക് ആദിത്യൻ മേടൻ രാശിയിലും, അതായത് ഈ കൂറിന്റെ രാശിയിലും, ശുക്രൻ, ബുധൻ, സർപ്പൻ, ശനി ഈ ഗ്രഹങ്ങൾ 12ാം രാശിയായ മീനം രാശിയിലും, ചൊവ്വ മേടക്കൂറിന്റെ 4ാം രാശിയായ കർക്കിടകം രാശിയിലും, കേതു മേടക്കൂറിന്റെ 6ാം രാശിയായ കന്നി രാശിയിലും സ്ഥിതി ചെയ്യുകയാണ്. ഈ കാലയളവിൽ ഏഴരശനി കാലഘട്ടവും അശ്വതി, ഭരണി, കാർത്തിക കാൽ മേടക്കൂറുകാർക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ലഗ്നത്തിൽ സൂര്യൻ അത്യുച്ചത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇക്കാലയളവിൽ ഇവർക്ക് ഗവൺമെന്റിൽ നിന്നും പലവിധമായ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും, സൈന്യവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും, തൊഴിലിൽ പലവിധേനയുള്ള തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഈ മാസത്തിന്റെ പകുതിയോടുകൂടി അവ പരിഹരിക്കുവാൻ കഴിയുന്നതുമാണ്. ഭൂമി സംബന്ധമായ പലവിധേനയുള്ള തർക്കങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുവാൻ വളരെ സാധ്യതയുണ്ട്. അതായത് ഭൂമി സംബന്ധമായി കേസ്, വഴക്ക് എന്നിവ നിലനിന്നിരുന്നു എങ്കിൽ അതിൽ വിജയം കണ്ടെത്തുവാനും കഴിയുന്നതാണ്. ഭൂമി ബിസിനസ് ചെയ്യുന്നവർക്ക് ഭൂമി ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇരുമ്പ്, കല്ല് മുതലായവയുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏഴരശനിയുടെ തുടക്ക കാലഘട്ടമായതുകൊണ്ടും തന്നെ ഈ നക്ഷത്രക്കാർ ഈ ഒരു വർഷക്കാലം വലിയ രീതിയിലുള്ള ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കാതിരിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ സഹായികളായി നിലനിന്നിരുന്നവർ ശത്രുക്കളായി മാറുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആയതിനാൽ ഈ കാലയളവിൽ ആരെയും വേണ്ട വിധത്തിൽ സഹായിക്കുവാൻ പാടുള്ളതല്ല. ധനപരമായി സഹായിച്ചവർ നമ്മെ പറ്റിക്കുവാനും സാധ്യത വളരെ കൂടുതലാണ്. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാൻ അനുകൂലമായ കാലഘട്ടം തന്നെയാണ്. ഈ മാസത്തിന്റെ പകുതിയോടുകൂടി വിദേശത്ത് പോകുവാൻ ഉത്തമമായ കാലഘട്ടവും, അതുപോലെ വിദേശത്ത് തന്നെ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. 7ാം ഭാവാധിപനായ ശുക്രൻ 12-ലായതുകൊണ്ട് വിവാഹാദി കാര്യങ്ങൾക്ക് അല്പതാമസ തടസ്സങ്ങൾ നേരിടേണ്ടതായി വരാം. വിവാഹാദി കാര്യങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം പിന്മാറേണ്ടതായ അവസ്ഥയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അഥവാ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അവർ 2 ദിക്കിലായി നിൽക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകുന്നതാണ്. 4ാം ഭാവത്തിൽ ചൊവ്വ നീചനും, ആ ചൊവ്വയ്ക്ക് നീചഭംഗ രാജ യോഗമുള്ളത് കൊണ്ട് ഗൃഹനിർമ്മാണം തുടങ്ങുവാനും വാഹനം വാങ്ങുവാനും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലയളവ്. 2ാം ഭാവത്തിൽ വ്യാഴൻ സഞ്ചരിക്കുന്നതിനാൽ ഭരിക്കപ്പെടേണ്ടതായ യോഗമുണ്ടാകുകയും, പല രീതിയിൽ ധനം വന്നു ചേരുവാനുള്ള യോഗം ഉണ്ടാകുകയും,
വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുവാൻ കഴിയുകയും, അതായത് പ്രസംഗം മുതലായവയുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുവാൻ കഴിയുകയും, അതുപോലെ സെയിൽസുമായി ബന്ധപ്പെട്ട് ഉള്ള വ്യക്തികൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ അവരുടെ രീതിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയും ഫലമാകുന്നു. പുതിയ വിദ്യകൾ പഠിക്കുവാൻ തുടക്കം കുറിക്കുകയും പഠിച്ച വിദ്യകൾ പാതി വഴി ഉപേക്ഷിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും PSC, SSC മുതലായ ടെസ്റ്റുകൾ എഴുതിയവർക്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിക്കുവാൻ സാധിക്കുകയും അവർക്ക് ജോലി ലഭിക്കുവാനും ഉത്തമമായ കാലഘട്ടം തന്നെയാണ്. ചാരവശാൽ ഏഴര ശനി നിലനിൽക്കുന്നത് കൊണ്ട് യാത്രകൾ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും. അതായത് ദീർഘദൂര യാത്ര, ബൈക്കിൽ സഞ്ചരിക്കുക മുതലായവ ഒഴിവാക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. കാലിൽ കൂടെ രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ കണ്ണിനും രോഗമുണ്ടാകുവാൻ സാധ്യത ഉണ്ട്. ആയതിനാൽ വെൽഡിംഗ് പണി മുതലായവ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പിതാവിൽ നിന്നും പല വിധേനയുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പല വിധേനയുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുകയും ശില്പികൾക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും പുതിയ വർക്കുകൾ ഏറ്റെടുക്കേണ്ടതായി വരികയും ഫലമാകുന്നു. കലാകാരന്മാർക്ക് കലയിൽ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ മുതലായ വ്യക്തികൾക്ക് അനുകൂലമായ കാലഘട്ടം ആകുന്നു. അഡ്വക്കേറ്റുമാർക്ക് അവരുടെ തൊഴിലിൽ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള പ്രശസ്തി കൈവരിക്കുവാൻ സാധിക്കുകയും, എന്നാൽ ഏഴര ശനി കാലഘട്ടം ആയതുകൊണ്ട് ഇവർക്ക് കൂടെ മടിയുണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാലും ഈ മാസകാലം ഇവർക്ക് പല രീതിയിൽ പ്രശസ്തി നേടുവാനും അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനും കഴിയുന്നതായിരിക്കും. ജാതകർക്ക് ചാരവശാൽ ഏഴര ശനി കാലഘട്ടം നിലനിൽക്കുന്നത് കൊണ്ട് ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും ശബരിമല ദർശനം നടത്തുന്നതും ശിവന് മൃത്യുഞ്ജയാർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാണ്. അതുപോലെ ഭാഗ്യസൂക്ത അർച്ചന നടത്തി ഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ വഴിപാടുകൾ യഥാവിധി ക്രമം ചെയ്താൽ ഈ പറഞ്ഞ തടസ്സങ്ങൾ മാറുകയും അനുകൂല ഫലങ്ങൾ വന്നു ഭവിക്കുകയും ഫലമാകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.